ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 years ആയല്ലേ. വീണ്ടും വീഡിയോ എടുത്ത് വ്ലോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന കുറേ നാളായി. അങ്ങനെ ഇന്നത്തെ സിമ്പിൾ ഡേ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. രാവിലെ എണീച്ച് കിച്ചണിലേക്ക് വരുമ്പോൾ ഉമ്മ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉമ്മ ബൊട്ടിക്കിലേക്ക് പോയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. എൻ്റെ മോൾക്ക് ഫീവർ ആയതുകൊണ്ട് ഇന്നലെ സ്കൂളിൽ പോയിരിക്കില്ല. അപ്പോൾ അവൾക്ക് വേണ്ടി ഓട്സും പിന്നെ മോൾക്ക് വേണ്ടി ദോശയും എഗ് സ്ക്രാംബ്സും ഉണ്ടാക്കി. 2 years മുമ്പേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ ഐ തോട്ട് ഐ വുഡ് ബി മേക്കിംഗ് വീഡിയോസ് എവറി ഡേ, ബട്ട് ലൈഫ് ഹാഡ് അതർ പ്ലാൻസ്. പെട്ടെന്നായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത്. പിന്നെ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ കഴിയാതായി, ഭയങ്കര ടയേർഡായി. ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയതിന് ശേഷം വീഡിയോ എടുക്കുന്ന മൂഡൊക്കെ പോയി. പിന്നെ ഐ ഗേവ് ബർത്ത് ടു എ ബ്യൂട്ടിഫുൾ ബേബി ബോയ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ സൗദിയിലേക്ക് വീണ്ടും പോകാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ലൈഫ് ടുക്ക് എ ഡിഫറെൻറ്റ് ടേൺ വെൻ മൈ മോം ആൻഡ് ഐ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ ബോട്ടിക് ടുഗെദർ. ഇന്ന് മോനക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ബൊട്ടിക്കിൽ ബിസി ആയതുകൊണ്ട് മോസ്റ്റ് ഡേയ്സ് അവന് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. മേ ബി അതുകൊണ്ടായിരിക്കും ഇന്ന് അവന് ഭയങ്കര ക്ലിങ്കി ആയിരുന്നു എൻ്റെ കൂടെ. ബട്ട് ഹോണസ്റ്റ്ലി ഐ ലവ്ഡ് എവറി സെക്കൻഡ് ഓഫ് ഇറ്റ്. ആഫ്റ്റർ ഫിനിഷിംഗ് ദി ഡിഷസ് ആൻഡ് ഹാവിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ എൻ്റെ സിസ്റ്റർ വാഷ് ചെയ്ത ക്ലോത്ത്സൊക്കെ ഡ്രൈ ചെയ്യാനിടുന്നുണ്ടായിരുന്നു. ഇന്ന് ലഞ്ചിന് നെയ്ച്ചോറും ബീഫ് കറിയും സാലഡും അവക്കാഡോ സ്മൂത്തിയുമാണ് റെഡിയാക്കുന്നത്. ആക്ച്വലി കുറേ ദിവസങ്ങളായി വെജിറ്റബിൾസും അവക്കാഡോ ഒക്കെ വാങ്ങി ഫ്രിഡ്ജിലിങ്ങനെ വെച്ചിരിക്കുന്നത്. വാങ്ങുമ്പോൾ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിയ സാധനങ്ങളാണ്. പിന്നെ ബൊട്ടിക്കിൽ തിരക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയി അതൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടില്ല. പിന്നെ അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അനിയത്തി അപ്പുറത്ത് അവൾക്ക് വേണ്ടി എഗ്സും കൂടി ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. സാലഡ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ക്യാബേജും 4 ലെറ്റ്യൂസ് ലീവ്സും ചെറിയ പീസ് അവക്കാഡോയും 1 full കുക്കുംബർ ആൻഡ് ഹാഫ് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ച് ആഡ് ചെയ്തു. ആൻഡ് ദെൻ ഡ്രസ്സിങ്ങിനായി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അവക്കാഡോ സ്മൂത്തിയും അതിൻ്റെ ഒപ്പം റെഡിയാക്കി എടുത്തു. ഇതിപ്പോൾ എൻ്റെ സിസ്റ്ററും മോളും കൂടി ലഞ്ചൊക്കെ കഴിഞ്ഞ് ചോക്കോസിൻ്റെ ഒക്കെ കിട്ടിയ
കാർഡ്സൊക്കെ എങ്ങനെ കളിക്കുക എന്നൊക്കെ ഇൻസ്ട്രക്ഷൻ നോക്കുന്നതാണ്. ഇന്ന് കുറച്ചധികം കസ്റ്റമേഴ്സ് ബൊട്ടിക്കിലേക്ക് വരുന്നെന്ന് ഓൾറെഡി എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയ ക്ലോത്ത്സൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ച് വേഗം ഞാൻ റെഡിയായി ഇറങ്ങാൻ തുടങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോകുന്നതേ അറിയില്ല. കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പണികൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ 9 മണിയൊക്കെ ആയി. വീട്ടിലേക്ക് പോകുന്ന ടൈം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.